നമസ്കാരം. എൻ്റെ പേര് സുജിത് സുരേഷൻപിള്ള. ഈർ എന്ന പേരിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് നമ്മൾ രൂപീകരിച്ചിട്ട് ഏകദേശം 7 വർഷം പൂർത്തിയാകുകയാണ്. ഈ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്നാണ് വിചാരിക്കുന്നത്. അതിങ്ങനെയാണ്: ബിറ്റ്വീൻ സ്റ്റിമുലസ് ആൻഡ് റെസ്പോൺസ് ദർ ഈസ് ഫ്രീഡം ടു ചൂസ്. അതായത് പ്രചോദനങ്ങൾക്കും പ്രതികരണങ്ങൾക്കും ഇടയിൽ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. അതായത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നേരിട്ടിട്ടുള്ള സുഖങ്ങൾക്കും ദുഃഖങ്ങൾക്കുമെല്ലാം കാരണം നാം എപ്പോഴൊക്കെയോ എടുത്ത തീരുമാനങ്ങളും തിരഞ്ഞെടുപ്പുകളുമാണ്. എന്നാൽ ഇതൊന്നും അറിയാതെ നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിന് പാഴാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. നമ്മൾ വളരെ പ്രയോജനപ്പെടുത്തേണ്ട ജീവിതത്തിൻ്റെ ഇപ്പോഴുള്ള സമയം, അതാണ് നമുക്കുള്ളത്. ആ സമയത്തിന് നമ്മൾ ഇന്നലകളുടെ ദുഃഖങ്ങളെ ഓർത്തോ അല്ലെങ്കിൽ നാളെ ഉള്ള കാര്യങ്ങളുടെ ആദി പിടിച്ചോ നമ്മൾ ഇപ്പോഴുള്ള ഈ സമയം ജീവിക്കാതെ ഭയപ്പെട്ട് ആദി പിടിച്ച് തീർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ജീവിതത്തിലെ ശരിയായ തീരുമാനങ്ങളെടുത്ത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു നല്ല നാളേക്കായി, അല്ലെങ്കിൽ ഇപ്പോഴുള്ള ഈ നിമിഷം കൂടുതൽ സന്തോഷത്തോടുകൂടി ജീവിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ജീവിക്കേണ്ടത്, അല്ലെങ്കിൽ എന്താണ് ജീവിക്കേണ്ടത്, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് നമ്മളുടെ തീരുമാനങ്ങളിലും നമ്മളുടെ ചിന്തകളിലും എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, അത്തരം കാര്യങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടും അത്തരം പോസിറ്റീവ് ചിന്തകളെ എന്നും മനസ്സിൽ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വാട്സപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ചത്. ബ്രോണി വെയർ എന്ന ഒരു പാലിയേറ്റീവ് കെയർ പ്രവർത്തക അവർ എഴുതിയ ലോകപ്രശസ്തമായ ഒരു കൃതിയുണ്ട്, ദ ടോപ്പ് 5 റിഗ്രറ്റ്സ് ഓഫ് ദി ഡൈ. മരണാസന്നരുടെ പ്രധാനപ്പെട്ട 5 ഖേദങ്ങൾ, ദുഃഖങ്ങൾ. മരണാസന്നരായി പാലിയേറ്റീവ് കെയർ യൂണിറ്റിൽ കഴിഞ്ഞുകൊണ്ടിരുന്ന കുറേ ആൾക്കാർ നമ്മുടെ ജീവിതത്തിൽ നേടാൻ കഴിയാതെ പോയ, അനുഭവിക്കാൻ കഴിയാതെ പോയ കുറേ ദുഃഖങ്ങളെക്കുറിച്ച് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ എഴുതിയ ഗ്രന്ഥം നമ്മളെ ബോധ്യപ്പെടുത്തുന്നതെന്നാൽ നമ്മളുടെ ഓരോ നിമിഷവും സന്തോഷത്തിനും സമാധാനത്തിനും മറ്റുള്ളവരുടെ നന്മയ്ക്കും കൂടിയായിട്ട് പ്രവർത്തിക്കണം എന്നാണ്. നമുക്കറിയാം, നമ്മളുടെ എല്ലാം ഡേറ്റ് ഓഫ് ബർത്ത് നമുക്കെല്ലാം അറിയാം, എന്നാൽ ഡേറ്റ് ഓഫ് ഡെത്ത് നമുക്കറിയില്ല. നമ്മളെപ്പോൾ മരിക്കുമെന്നറിയില്ല. അതിൻ്റെ കാരണം നമ്മൾ എപ്പോൾ മരിച്ചാലും ആ മരിക്കാൻ നേരം നമ്മൾ ആത്മസംതൃപ്തി ഉള്ളവരായിരിക്കണം. അതിനായി നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയം നല്ല പ്രവൃത്തികൾ ചെയ്യുക, മൂല്യവത്തായ പ്രവൃത്തികൾ ചെയ്യുക. മൂല്യവത്തായ പ്രവൃത്തികൾ എന്നതിൻ്റെ അർത്ഥം എപ്പോഴും സന്തോഷം നൽകുന്നത് എന്നാണ്. നമ്മളിപ്പോൾ ചെയ്യുന്ന പ്രവൃത്തി, ഇപ്പോഴത്തെ നമ്മുടെ സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തി നാളെ ഒരു നാൾ നമുക്ക് ദുഃഖം തരുന്നുവെങ്കിൽ അത് മൂല്യവത്തായ പ്രവൃത്തിയല്ല. ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി നമുക്ക് സന്തോഷം ചെയ്യുകയും മറ്റൊരാൾക്ക് ദുഃഖം കൊടുക്കുകയും ചെയ്യുമ്പോൾ അതും മൂല്യവത്തായ പ്രവൃത്തിയല്ല. അതുകൊണ്ട് മൂല്യവത്തായ പ്രവൃത്തികളിലൂടെ മൂല്യവത്തായ സന്തോഷം നമ്മൾ നേടുന്നതിലൂടെ എങ്ങനെ ജീവിതത്തെ ഒരു പോസിറ്റീവ്, ഒരു പ്രചോദനാത്മകമായ ജീവിതമാക്കി മാറ്റാം. മനഃശാസ്ത്രം പഠിക്കണം എന്ന കൗതുകം എൻ്റെ മനസ്സിലേക്ക് ആദ്യമായി വന്നത് ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലഘട്ടത്തിലാണ്. അന്ന് മോഹൻലാലിൻ്റെ മണിച്ചിത്രത്താഴ് എന്ന സിനിമ റിലീസാകുന്ന കാലഘട്ടമായിരുന്നു. അതിലകത്തെ രംഗങ്ങളും ഒപ്പം ഞങ്ങളുടെ ക്ലാസ്സിൽ ഹിന്ദി പഠിപ്പിച്ചുകൊണ്ടിരുന്ന അധ്യാപകൻ ശ്രീ മനോഹരൻ സാർ, അദ്ദേഹം ക്ലാസ്സിൽ വന്ന് കുട്ടികളെ ഹിപ്നോട്ടൈസ് ചെയ്യുകയും മനഃശാസ്ത്രപരമായ കാര്യങ്ങൾ സംസാരിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ഒരു കൗതുകത്തിന് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടായി. പക്ഷേ അന്ന് ശരിയായ രീതിയിലുള്ള പഠനം, അതിൻ്റെ മാർഗങ്ങൾ നിർദ്ദേശിക്കാനായിട്ട് ആരും ഉണ്ടായിരുന്നില്ല. എങ്കിലും ഡിഗ്രിക്ക് പഠിക്കുന്ന കാലഘട്ടത്തിൽ മനഃശാസ്ത്ര വിഭാഗത്തിൽ ചേരുവാനും മനഃശാസ്ത്രത്തിൽ ഡിഗ്രി എടുക്കുവാനും കഴിഞ്ഞു. എങ്കിലും അന്ന് കുറേ തിയറികൾ, അത് പ്രാക്ടിക്കൽ എങ്ങനെയാക്കാം എന്ന് ആ ഡിഗ്രി പഠിച്ചത് കൊണ്ട് ഒന്നും മനസ്സിലായില്ല, കൃത്യമാണ്. അതിനുശേഷം തുടർ പഠനത്തിന് സാധിച്ചില്ല. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞ് 2015
PGക്ക് ചേർന്നത്. അതിനൊരു കാരണമുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ബ്രോണി വയറിൻ്റെ ടോപ്പ് 5 റിഗ്രറ്റ്സ് ഓഫ് ദി ഡൈ, അത് എൻ്റെ അച്ഛൻ്റെ ജീവിതത്തിലൂടെ ഞാൻ നേരിട്ട് അനുഭവിച്ച ഒരു കാര്യമാണ്. അതിനുശേഷമാണ് ഈ ബ്രോണി വയറിനെ കുറിച്ചുമൊക്കെ ഞാൻ അറിയുന്നത് പോലും. എൻ്റെ അച്ഛൻ്റെ ജീവിതത്തിൽ അച്ഛൻ ശ്വാസകോശ സംബന്ധമായ രോഗം മൂലം 2015 മരിക്കുമ്പോൾ അച്ഛന് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടായിട്ട് പോലും ജീവിക്കാൻ കഴിയാത്ത രീതിയിൽ അങ്ങനെ ഒരവസ്ഥയാണ്. അതായത് ഞാൻ നോക്കുമ്പോൾ ഞങ്ങൾ കാണുന്ന കാലം തൊട്ടേ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യൻ, എന്നിട്ട് പോലും അദ്ദേഹത്തിന് സംതൃപ്തമായിട്ട് മരിക്കാൻ കഴിഞ്ഞില്ല. ആ ഒരു തിരിച്ചറിവിൽ നിന്നാണ് ഞാൻ മനഃശാസ്ത്രം തുടർന്ന് പഠിക്കണം, എൻ്റെ ആഗ്രഹം അതിനെ പൂർത്തീകരിക്കണമെന്നൊരു അഭിലാഷവുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ 2017 ഞാൻ PG പൂർത്തിയാക്കി. അതിനുശേഷം രണ്ടാമതൊരു PGയും പൂർത്തിയാക്കി. അതുമായിട്ട് ബന്ധപ്പെട്ട അനുബന്ധ PG പൂർത്തിയാക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് PG കൊണ്ടൊന്നും നമ്മൾ പഠിക്കാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും പറ്റുന്നില്ല. മനഃശാസ്ത്ര മേഖലയിൽ ഒരു ചികിത്സകനാകാമെന്നായിരുന്നു ആഗ്രഹമെങ്കിലും ഒരു PG കൊണ്ടോ 2 PG കൊണ്ടോ അത് സാധിക്കില്ല എന്ന വിവരം മനസ്സിലാക്കുന്നു അപ്പോഴാണ്. അതിനുശേഷം നിരവധി കോഴ്സുകൾ ചെയ്യുകയും ഈ കോഴ്സുകളിലൂടെ നിരവധി പേരെ ചികിത്സിക്കാൻ, കോഴ്സിൻ്റെ ഭാഗമായും അല്ലാതെ നിരവധി പേരെ ചികിത്സിക്കാൻ സാധിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കിയ കാര്യമെന്ന് പറയുന്നത്, മിക്ക മാനസിക പ്രശ്നങ്ങളുടെയും കാരണം തെറ്റായ ചിന്തകളും തെറ്റായ വിശ്വാസങ്ങളുമാണ്. മനസ്സിൽ വെച്ച് പുലർത്തുന്ന തെറ്റായ വിശ്വാസങ്ങളാണ്. ഇതൊക്കെ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നൊരു ഉദ്ദേശത്തോടുകൂടിയാണ് നമ്മൾ ഈ ഗ്രൂപ്പ് രൂപീകരിച്ചത്. അന്ന് ട്രാൻസാക്ഷണൽ അനാലിസിസ് എന്ന സാധാരണക്കാരൻ്റെ മനഃശാസ്ത്രം പഠിപ്പിക്കുക എന്നൊരു ഉദ്ദേശത്തോടുകൂടിയാണ് ആദ്യമായി ഈ ഗ്രൂപ്പ് രൂപീകരിച്ചത്.